नमस्ते। ॐ चरणमञ्जूरगणाभिसेवितं सवित्तजम्बूफलसारभक्षितं महासुधं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजम्। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नोपशान्तये। त्वमेव माता च पिता त्वमेव बन्धुश्च सखा त्वमेव विद्या द्रविणं त्वमेव सर्वं मम देवदेव। എല്ലാവരും നന്നായിട്ട് ചൊല്ലുന്നുണ്ട്. ഇനിയും നിങ്ങളതിലൊക്കെ ശ്രദ്ധയോടുകൂടി ഗീതയൊക്കെ പഠിച്ച് നമ്മുടെ ജീവിതത്തിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാകും, നമ്മൾ പതുക്കെ അറിയും. അപ്പം ഇതിലേക്കൊക്കെ നമ്മുടെ ശ്രദ്ധ വന്നു കഴിഞ്ഞ് അതിനെ നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ മാതാപിതാക്കള് ഇങ്ങനെ ഭാഗവതത്തിന് അവസരം ഉണ്ടാക്കി തരുന്ന മാതാപിതാക്കളും പിന്നെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന സംഘാടകർ എല്ലാവരും പ്രത്യേക പരാമർശത്തിന് അർഹരാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് ഈ അവസരങ്ങൾ വിനിയോഗിക്കുന്നു എന്നറിഞ്ഞൊരു സന്തോഷം. അതെ, ബൈഹാർട്ട് ചെയ്യുകയാണെങ്കിലും അത് നല്ല പ്രയോജനം പിന്നീട് നമുക്ക് ഉണ്ടാക്കും. നമ്മുടെ മെമ്മറി ഇൻക്രീസ് ചെയ്യും. നമ്മുടെ പ്രൊനൗൺസിയേഷനൊക്കെ എത്ര വ്യത്യാസപ്പെടും. സംസ്കൃതം എന്ന് പറഞ്ഞ സംസ്കരിച്ച ഒരു ഭാഷയാണ്. ആ ഒരു ഭാഷ നമ്മളെപ്പോഴും ഒരു മന്ത്രങ്ങളായ ഇത് ഓരോ ശ്ലോകങ്ങളും മന്ത്രങ്ങൾ പോലെ പവിത്രങ്ങളുമാണ്. അപ്പം നമ്മൾ അതിൻ്റെ അർത്ഥം ഒന്നും മനസ്സിലാക്കാതാണെങ്കിൽ പോലും ചൊല്ലിയാൽ അതിൻ്റെ പ്രയോജനം ഇതൊക്കെ സ്വാംശീകരിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ഒരു ചൈതന്യം ഇങ്ങനെ ഇരിപ്പുണ്ട്. ഈ കേൾക്കുന്നത് പോലും നമ്മുടെ മനസ്സ് മാറിപ്പോയാലും അതിലേക്കുള്ള ചൈതന്യമാണ് ഇതെല്ലാം പിടിച്ചെടുക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പം അതായത് ഈ വേദാന്തങ്ങളൊക്കെ പറയുമ്പോൾ പറയുന്ന ആളും കേൾക്കുന്ന ആളും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. എല്ലാം ഒരാളാണ്. ആ ഒരു ഒറ്റ ചൈതന്യത്തിൽ നിന്നാണ് എല്ലാം ശ്രവിക്കുന്നതും പറയുന്നതും എല്ലാം. ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒരു ഇതാണ് സനാതന ധർമ്മം. അപ്പം നമ്മൾ ഇതിലൊക്കെ വന്നിരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. അത് നമ്മുടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെയുള്ള സത്സംഗങ്ങളിൽ ഇരിക്കുന്നത്, നമുക്കിതൊക്കെ ചൊല്ലാനായിട്ട് അവസരം കിട്ടുന്നത്, നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുന്നു. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതെ, അവരുടെ സഹകരണം ഇല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ പറയാൻ പറ്റും? എപ്പോഴും അഭിനന്ദനത്തിന് ആൾക്കാർ അവർ തന്നെയാണ്. നമുക്കൊക്കെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടുന്നു, നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഒരു ഈശ്വരാനുഗ്രഹം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിലൊരു മഹത്വവും ഇല്ല. ഓക്കെ, നമുക്കിനിയും അടുത്ത 20ാമത്തെ ശ്ലോകം വരെ നമ്മൾ പഠിച്ചു അല്ലേ? 20ാമത്തെ ശ്ലോകത്തിൽ ഋഷികേശം തഥാ 21ാമത്തെ ശ്ലോകത്തിലെ ഒരു സ്റ്റാൻസയും കൂടെ പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. 20ാമത്തെ ശ്ലോകം നമ്മൾ ഇതുവരെ സഞ്ജയ ഉവാചയാണ് സഞ്ജയൻ പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പൊ 20ാമത്തെ ശ്ലോകം ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് 21ലേക്ക് പോകാം. അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കവിധ്വജഃ പ്രവൃത്തെ ശസ്ത്രസംവാദേ ധനുരുദ്യമ്യ പാണ്ഡവഃ ഋഷികേശം തദാ വാക്യം ഇദമാഹ മഹീപതേ. ഇങ്ങനെ, അല്ലയോ മഹാരാജാവേ, അനന്തരം ആയുധപ്രയോഗം തുടങ്ങിയപ്പോൾ, പരസ്പര യുദ്ധത്തിൽ എല്ലാവരും അണിനിരന്ന് ആയുധപ്രയോഗമൊക്കെ തുടങ്ങാൻ ഒരുങ്ങിയപ്പോൾ ഹനുമാന്റെ ധ്വജത്തോട് കൂടിയവനായ അർജുനൻ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ധൃതരാഷ്ട്രകുമാരന്മാരെ കണ്ടിട്ട് വില്ല് ഉയർത്തിപ്പിടിച്ച് കൃഷ്ണനോട് ഈ വാക്യത്തെ പറഞ്ഞു. ഋഷികേശം തഥാ വാക്യമിതമാഹ മഹീപതേ. അർജുനൻ ഋഷികേശനോട്, ഋഷികേശൻ ആരാണെന്ന് പറഞ്ഞു? ശ്രീകൃഷ്ണൻ, ഇന്ദ്രിയങ്ങളുടെ ഈശൻ. ആ ഇന്ദ്രിയങ്ങളുടെ ഈശനായ ഋഷികേശനോട്, ശ്രീകൃഷ്ണ ഭഗവാനോട് ഇങ്ങനെയുള്ള വാക്യങ്ങളെ അർജുനൻ പറഞ്ഞു. അർജുനൻ ഇനി പറയാൻ പോവുകയാണ്. അർജുനൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് സഞ്ജയൻ അവിടെ നിർത്തുവാണ്.
എങ്ങനെയുള്ള എങ്ങനെയുള്ള അർജുനനോടാണ് പറഞ്ഞത്? അർജുനൻ ആണ് പറഞ്ഞത്, അതായത് ഹനുമാന്റെ കൊടി അടയാളമുള്ള തേരിൽ നിൽക്കുന്ന അർജുനൻ. ആ ഹനുമാനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹനുമാൻ രാമായണത്തിൽ ത്രേതായുഗത്തിൽ ശ്രീരാമ ഭക്തനായിരുന്നു. ശ്രീരാമന്റെ ഏറ്റവും ഭക്തനായിരുന്നു. അന്ന് കിട്ടാത്ത ഒരനുഗ്രഹം പോലെ ഇന്ന് ശ്രീകൃഷ്ണാവതാര കാലത്ത് ആ അർജുനനോട് ഗീത ഉപദേശിക്കുന്ന സമയത്ത് ആ കൊടിയിൽ ഇരുന്നാളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ വാനര ചിഹ്നമുള്ള കൊടിയിൽ ഹനുമാൻ ഇരിക്കുകയാണ് ഗീത കേൾക്കാൻ. അങ്ങനെ ആ യുദ്ധമെല്ലാം ഗീതയെല്ലാം പറഞ്ഞ് ഈ യുദ്ധത്തിന്റെ അവസാനത്തില് എല്ലാവരും കൗരവപക്ഷത്തെ വിശേഷം ഹനിച്ച് എല്ലാം കഴിഞ്ഞ് അർജുനനോട് കൃഷ്ണൻ പറയുവാണ്, നീ തേരിൽ നിന്ന് ഇറങ്ങിക്കോളൂ അർജുന എന്ന്. അങ്ങനെ അർജുനൻ തേരിൽ നിന്ന് ഗാന്ധീവവും ഒക്കെ എടുത്ത് തേരിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഹനുമാൻ ആ കൊടിയിൽ നിന്ന് അവിടെ നിന്ന് മാറി. ഹനുമാനും അതിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞാണ് കൃഷ്ണൻ ആ തേരിൽ നിന്ന് ഇറങ്ങുന്നത്. കൃഷ്ണൻ ആ തേരിൽ നിന്ന് ഇറങ്ങുമ്പോൾ തേര് കത്തിച്ചാമ്പലാവുകയാണ്. അത് കണ്ട് അർജുനനൊക്കെ അതിശയിച്ചു പോയി. അർജുനൻ അതിശയത്തോട് ചോദിച്ചു, കൃഷ്ണ എന്താണ് ഇത് സംഭവിച്ചത്? അപ്പം പറയുകയാണ്, ഇത് ഓൾറെഡി പല ആയുധങ്ങളൊക്കെ ഏറ്റിയതോ, ഇത് ഓൾറെഡി തകർന്നിരിക്കുന്ന രഥമായിരുന്നു. ഇത് പിന്നെ എൻ്റെ സാന്നിധ്യത്തിലാണ് ഇത് ഇപ്പോഴും നിലനിന്നത്. ഞാൻ അതിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആ തേര് കത്തിച്ചാമ്പലായി. ഈ രഥത്തെക്കുറിച്ചൊരു വർണ്ണന കഠോപനിഷത്തിലുണ്ട്. കഠോപനിഷത്തിൽ നചികേതസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ്, ഒരു ചെറിയ ബാലൻ മരണത്തെ പറ്റി അറിയാൻ വേണ്ടി യമധർമ്മനോട് പോയി ചോദിക്കുന്ന യമധർമ്മനുമായിട്ടുള്ള ചോദ്യോത്തരങ്ങളാണ് കഠോപനിഷത്തിൽ പരാമർശിക്കുന്നത്. അതിലുണ്ട് ഈ മരണത്തെക്കുറിച്ചൊക്കെ മരണദേവനോട് തന്നെ ചോദിക്കുകയാണ്. നമ്മുടെ ആ ഒരു പുരാണത്തിന്റെ ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സംസ്കാരത്തിന്റെ ഒക്കെ ആ ഒരു മഹത്വമാണ് ഇത് കാണിക്കുന്നത്. അറിവിനായിട്ട് ചെന്നിട്ട് അറിയേണ്ടതിനോട് തന്നെ ചോദിക്കുകയാണ്. ആ മരണത്തിനോട് തന്നെയാണ് മരണത്തെക്കുറിച്ച് ചോദിക്കുന്നത്, മരണദേവനോടാണ് ചോദിക്കുന്നത്. ആ കുഞ്ഞ് ചോദിക്കുമ്പോ ആ യമധർമ്മനും നചികേതസുമായിട്ടുള്ള യമധർമ്മൻ നചികേതസിന് ഉപദേശിച്ചു കൊടുക്കുന്ന ആ തത്വങ്ങൾ അടങ്ങിയതാണ് കഠോപനിഷത്ത്. ആ കഠോപനിഷത്തിലെ ഒരു ശ്ലോകമുണ്ട്, അതിനകത്ത് ഈ രഥവർണ്ണനയുണ്ട്. ശരീരത്തെക്കുറിച്ച് വർണ്ണിക്കുന്നത്, ശരീരം ഒരു രഥമാണെന്നും പറഞ്ഞ് വർണ്ണിക്കുന്നുണ്ട്. അതുപോലെ ഇവിടെയും ഈ രഥം, അർജുനന്റെ രഥത്തെ കാണിക്കുന്നത് നമ്മുടെയൊക്കെ ശരീരമാണ്. ആ ശരീരത്തിൽ നിന്ന് ആ പരമാത്മ ചൈതന്യം ആ ശരീരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സും ആ ജീവനും എല്ലാം മാറി ആ ചൈതന്യം അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ അത് ശവമാണ്. നമ്മുടെ ശരീരമൊക്കെ ഈ ജീവനായിട്ട് ചൈതന്യവത്തിയായിട്ട് നിൽക്കുന്ന അതിലുള്ള ആ ഈശ്വര ചൈതന്യമാണ്. ആ ഈശ്വര ചൈതന്യം അതിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ, അതിൽ നിന്ന് മാറുമ്പോഴാണ് അത് ശവമായി മാറുന്നത്. പിന്നെ അത് ദഹിപ്പിക്കുകയാണ്, അല്ലേ? അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വ, അങ്ങനെയുള്ള ആ ഇവിടെ അണിനിരന്നിരിക്കുന്ന യുദ്ധമൊക്കെ തുടങ്ങിയിരിക്കുന്ന ധാർത്തരാഷ്ട്രന്മാരെ എല്ലാം കണ്ടിട്ട് കവിധ്വജം ആയ, അതായത് ഹനുമാൻ കൊടിയടയാളമായിട്ടുള്ള, അതിന്റെ കവി വാനര കൊടിയടയാളമായിട്ടുള്ള ആ അർജുനൻ, ആ തേരിലിരുന്ന് അർജുനൻ യുദ്ധം ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന ധൃതരാഷ്ട്രകുമാരന്മാരെയൊക്കെ നോക്കിയിട്ട് തന്റെ ഗാന്ധീവം ഉയർത്തിപ്പിടിച്ച്, തന്റെ വില്ല് ഉയർത്തിപ്പിടിച്ച് കൃഷ്ണനോട്, ഋഷികേശനോട്, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ ഈശൻ, നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് നമ്മളെ ലോകവുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, അല്ലെ? ബന്ധിപ്പിക്കുന്ന ആ ഇന്ദ്രിയങ്ങളുടെ, അതായത് കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, നമ്മൾ പറഞ്ഞു കണ്ണുകൊണ്ട് കാണും, എന്നാലും നമ്മൾ ഈ ലോകത്തെ അറിയാൻ പറ്റുള്ളൂ. നമ്മളെ ഈ ലോകത്തിനെ അറിയാൻ ഉപകരിക്കുന്ന ഇന്ദ്രിയങ്ങളുടെ എല്ലാം ഈശനാണ് നമ്മുടെ ഉള്ളിലെ ബോധസ്വരൂപനായ ചൈതന്യം. അതാണ് ഇവിടെ പേരിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനായിട്ട് ഉപമിച്ചിരിക്കുന്നു. ആ കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു എന്ന് നമുക്ക് നോക്കാം. 21ാമത്തെ ശ്ലോകം തന്നെയാണ്. ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. അർജുന ഉവാച
സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. അങ്ങനെ ആദ്യമായിട്ട് അർജുനൻ പറയുകയാണ്. അർജുനൻ ഈ ഭഗവത്ഗീതയിൽ ആദ്യമായിട്ട് അർജുനൻ തുടങ്ങുകയാണ്. ഋഷികേശം തഥാ വാക്യം ഇദമാഹമഹീപതേ. ഋഷികേശം തഥാ വാക്യം ഇദമാഹമഹീപതേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുതാ. സേനയോഹോ സേനകളുടെ, ഉഭയോഹോ ഉഭയം രണ്ട് സൈഡിലും രണ്ടായിട്ട്, മധ്യേ മധ്യത്തിൽ, രഥത്തെ സ്ഥാപയ നിർത്തിയാലും, മേ എന്റെ രഥത്തെ, അച്യുത ഹേ അച്യുത, ഏതാൻ ഇവരെ ഞാൻ കാണട്ടെ എന്നുള്ള രീതിയിൽ പറയുകയാണ്. യാവത് ഏതാൻ എന്ന് അടുത്ത ശ്ലോകത്തെ പറയുന്നത് കൂടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത ഒരു ശ്ലോകം കൂടെ എടുക്കാം, എന്നാലേ അർജുനന്റെ ഈ വാക്യം പൂർണ്ണമാകത്തുള്ളൂ. യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. എന്നോട് ചൊല്ലാം. യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹയോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ഇതിന്റെ അർത്ഥം പറയാം. യാവത് നിരീക്ഷേ, യാവത് ഏതാൻ ഏതാൻ എന്ന് പറഞ്ഞാൽ ഇവരെ, യാവത് നിരീക്ഷേ അവരാരൊക്കെയാണെന്ന് കണ്ടുകൊള്ളട്ടെ. ഏതാൻ യാവത് ഇവര് ആരൊക്കെയാണെന്ന് ഞാൻ കണ്ടുകൊള്ളും, നിരീക്ഷേ കണ്ടുകൊള്ളട്ടെ. അഹം ഞാൻ, യോദ്ധുകാമാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരായിട്ട്, യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരാണല്ലോ യുദ്ധകളത്തിൽ വന്ന് നിൽക്കുന്നത്. അങ്ങനെ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ചു വന്ന് നിൽക്കുന്നവരെ, അവസ്ഥിതാൻ ഉറച്ചു നിൽക്കുന്നവരെ, കൈഹ ആരൊക്കെയാണെന്ന്, ആരോട് കൂടി നിൽക്കുകയാണെന്നും ഞാനൊന്ന് കാണട്ടെ. കൈഹ സഹ ആരുടെ കൂടെ, ആരൊക്കെ വന്ന് നിൽക്കുന്നു എന്ന് കാണട്ടെ. മയാ മീൻസ് ഞാൻ കാണട്ടെ. യോദ്ധവ്യം എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യണം എന്ന് ആഗ്രഹിച്ച് ഉറച്ച് ഈ യുദ്ധക്കളത്തിൽ യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് വന്നു നിൽക്കുന്നവരെ, അസ്മിൻ രണസമുദ്യമേ ഈ യുദ്ധാരംഭത്തിൽ, ഈ രണം തുടങ്ങുമ്പോൾ, ഈ യുദ്ധം തുടങ്ങുമ്പോൾ, അസ്മിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ യുദ്ധാരംഭത്തിൽ വന്ന് ആരൊക്കെയാണ് വന്നു നിൽക്കുന്നതെന്ന് ഞാൻ കാണട്ടെ. ഒന്നുകൂടെ പറയാം, അർത്ഥം മുഴുവനായിട്ട് പറയാം. അർജുനൻ പറഞ്ഞു, ഹേ അച്യുത, രണ്ട് സൈന്യങ്ങളുടെ മധ്യത്തിൽ എന്റെ രഥത്തെ നിർത്തിയാലും ഞാൻ യുദ്ധം ചെയ്യാൻ ആഗ്രഹമുള്ളവരായി ഉറച്ചു നിൽക്കുന്ന ഇവരെ കണ്ടുകൊള്ളട്ടെ.
ഈ യുദ്ധത്തിന്റെ ആരംഭത്തിൽ ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണമെന്ന് നോക്കിക്കാണട്ടെ. ഞാൻ ആരോടൊക്കെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്, ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യേണ്ടി വരുന്നു എന്നെനിക്ക് ശരിക്കൊന്ന് കാണണം. അതുകൊണ്ട് ഈ രണ്ട് സൈന്യങ്ങളുടെയും പാണ്ഡവ സൈന്യവും കൗരവ സൈന്യവും അവർ തമ്മിലാ യുദ്ധം ചെയ്യാൻ പോകുന്നത് അല്ലേ? യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, കൃഷ്ണ, എന്നെ ഈ രണ്ട് സൈന്യങ്ങളുടെയും മധ്യത്തിലായിട്ടൊന്ന് കൊണ്ടു നിർത്തിയാലും, എന്റെ രഥത്തെ കൊണ്ടു നിർത്തിയാലും ഞാനൊന്ന് കാണട്ടെ ഇവരാരൊക്കെയാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്, ആർക്കു വേണ്ടിയാണ് ഇവർ യുദ്ധം ചെയ്യുന്നത് എന്ന് ഞാൻ കാണട്ടെ. നോക്കൂ, ഇവിടെ നമ്മളൊക്കെ ജനിച്ചു വീഴുന്നത് ഒരു പാഞ്ചജന്യം മുഴക്കിക്കൊണ്ടാണ്, ഒരു യുദ്ധകാഹളം മുഴക്കിക്കൊണ്ടാണ്. അതായത് യുദ്ധഭൂമിയിലേക്കാണ് നമ്മൾ ജനിച്ചു വീഴുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഓരോ സംഘർഷങ്ങളിലൂടെയൊക്കെയാണ് കടന്നു പോകുന്നത്. ഓരോന്നിനോടും പൊരുതി ജയിച്ചാണ് നമ്മൾ മുന്നേറുന്നത്. പൊരുതി ജയിക്കുക എന്ന് പറഞ്ഞാൽ വാളും പരിചയവും എടുത്ത് ഇതുമല്ല. നമുക്കറിയാം, നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ അലസത ഉണ്ടാവും, ഉറക്കം വരും, വേറെ ഓരോന്ന് കാണണമെന്നുള്ള തോന്നലുണ്ടാവും. അങ്ങനെയുള്ള പല പല ചിന്തകളെ പൊരുതി ജയിച്ചെങ്കിൽ മാത്രമേ, അങ്ങനെ മനസ്സ് സജ്ജമാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഏകാഗ്രതയോടുകൂടി പഠിക്കാൻ പറ്റൂ അല്ലേ? അപ്പൊ നമ്മൾ ഏതൊരു കർമ്മവും ചെയ്യുന്നതിനും നമ്മൾ ഓരോ വികാരങ്ങളെയൊക്കെ ആയിട്ട് യുദ്ധം ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. നമ്മളത് അറിയുന്നില്ലെങ്കിൽ പോലും നമ്മൾ ഓരോന്നിനെയും ജയിച്ചിട്ടാണ്, ഓരോ വിചാരങ്ങളെയൊക്കെ പൊരുതി ജയിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ മുന്നേറുന്നത് ഓരോ ദിവസവും. അങ്ങനെ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ മുതൽ ഈ സംസാരമാകുന്ന, ഈ ജീവിതമാകുന്ന യുദ്ധക്കളത്തിലേക്ക് നമ്മൾ ജനിച്ചു വീണു. ഇനി നമ്മൾ യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥരാണ്. നമ്മളിലേക്ക് എത്തുന്ന കർമ്മങ്ങൾ ചെയ്യാൻ, നമ്മുടെ മുന്നിൽ വരുന്ന തടസ്സങ്ങളെ നമ്മൾ നീക്കി 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 മുന്നോട്ട് നീങ്ങണം അല്ലേ? അങ്ങനെയാണ് നമ്മൾ മുന്നേറേണ്ടത്. അതുകൊണ്ടാണ് ഈ ഭഗവത്ഗീത ഒരു യുദ്ധക്കളത്തിന്റെ നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ഭഗവാൻ അർജുനൻ ഉപദേശിക്കുന്നത്. കാരണം നമ്മളെല്ലാം ഒരു യുദ്ധക്കളത്തിലാണെന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഓരോന്നിനോടും പൊരുതിയാണ് മുന്നേറുന്നത്. അവിടെ അപ്പം നമ്മുടെ മുന്നിലേക്ക് ഓരോ പ്രശ്നങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കും, ദിവസവും വരും. ഒരു ദിവസം ടീച്ചർ തരുന്ന ഹോംവർക്ക് പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളാണ്. എന്തെല്ലാം ക്രിക്കറ്റ് മാച്ച് വരാനിരിക്കുന്നു, കാണാനിരിക്കുന്നു, അതിനിടയ്ക്ക് ഹോംവർക്ക് ചെയ്യണം, നാളെ എക്സാം ഉണ്ട്, വീട്ടുകാരുടെ ബഹളം, ഇതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ട് വേണം നമുക്ക് പഠിച്ചു മുന്നേറാൻ അല്ലേ? നമ്മൾ ഓരോ കർമ്മങ്ങളിൽ വിജയിക്കാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിലേക്ക് വരുന്ന പ്രശ്നങ്ങൾ, ഇവിടെ അർജുനൻ ചെയ്യുന്നത് നമ്മൾ വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് ഈ ശ്ലോകം. അർജുനൻ പറയാണ്, ഞാൻ ഈ പ്രശ്നങ്ങളുടെ നടുവിലൊന്ന് നിൽക്കട്ടെ, എന്നിട്ട് ഈ പ്രശ്നങ്ങളെ ഒന്ന് നിരീക്ഷിക്കട്ടെ, ഈ യുദ്ധത്തിൽ അണിനിരന്നിരിക്കുന്നവരെയൊക്കെ ഒന്ന് ഞാൻ കാണട്ടെ, ഞാനൊന്ന് നിരീക്ഷിക്കട്ടെ. നമ്മളിപ്പോ എന്താണ്, എല്ലാവർക്കും ഇപ്പൊ പുതിയ തലമുറയിൽ പ്രത്യേകിച്ചും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ വയ്യ, അതിൽ നിന്ന് ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നത്. വീട്ടിൽ പേരൻസ് ആരെങ്കിലും പറയാണ്, നീ ഫോൺ എടുക്കണ്ട, പഠിക്ക്, പരീക്ഷ എടുക്കുന്നു, ഇനി ഫോൺ മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ കുട്ടികൾ അതിന് അഡിക്റ്റായി മാറിയിരിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ പോയി ഉടനെ ആത്മഹത്യ. ഇതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നതാണ്. അതൊക്കെ എന്താണ് അർത്ഥം? പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ ആവുന്നില്ല, മനസ്സത്ര ചഞ്ചലമാണ്. അതെന്താണ്? അതിന്റെ കാരണം എന്താണ്? ഈ പ്രശ്നങ്ങളെ നമ്മൾ വീക്ഷിക്കുന്നില്ല, പ്രശ്നങ്ങളെ നമ്മൾ നിന്ന് നോക്കുന്നില്ല, അതിനെ ഒന്ന് നിരീക്ഷിക്കുന്നില്ല. ഇവിടെ അർജുനൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ഈ പ്രശ്നങ്ങൾ എന്നെ ആരാണ് ഞാൻ ആരോടൊക്കെ യുദ്ധം ചെയ്യണം, എന്നോട് ആരൊക്കെ യുദ്ധത്തിന് വരുന്നു, എനിക്ക് എല്ലാവരെയും ഒന്ന് കാണണം, എന്റെ സൈന്യത്തിലുള്ളവരെ അവരുടെ സൈന്യത്തിലുള്ളവരെ എല്ലാം എനിക്ക് കാണണം. അതിനു വേണ്ടിയാണ് ഇതിന്റെ നടുവിലേക്ക് നീക്കി നിർത്താൻ കൃഷ്ണനോട് ആവശ്യപ്പെടുന്നത്. ഈ പ്രശ്നങ്ങളുടെ ഒക്കെ നടുവിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ നിരീക്ഷിക്കണം. നിരീക്ഷിച്ചിട്ട് നമ്മുടെ മുന്നിലേക്ക്, കുഞ്ഞുങ്ങളായ നമ്മുടെ മുന്നിലേക്ക് പഠിക്കുക, ഇല്ലെങ്കിൽ പേരൻസ് പറയുന്നത് അനുസരിക്കുക, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളായിരിക്കും വരുന്നത്. അതുമൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നും. ആ പ്രശ്നങ്ങളായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളാണ്, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന അപൂർവം ചില കുഞ്ഞുങ്ങളാണ് പോയി ഉടനടി ഇങ്ങനെയുള്ള തീരുമാനങ്ങളിലേക്കൊക്കെ പോകുന്നത്.
പക്ഷെ നമ്മൾ ഗീതയൊക്കെ പഠിക്കുന്നു, നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ നമ്മൾ ഈ പ്രശ്നങ്ങളെ നിരീക്ഷിക്കാൻ പഠിക്കുന്നു. നമ്മളിലേക്ക് ഏതു തരം പ്രശ്നങ്ങൾ വന്നാലും ലോകത്തിൽ ഈശ്വരാവതാരം പോലും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. കൃഷ്ണൻ ജനിച്ചപ്പോൾ മുതൽ പ്രശ്നങ്ങളാണ്, ജനിച്ചു വീണപ്പോൾ മുതൽ പ്രശ്നമാണ്, മുല കുടിച്ച് വയ്ക്കുന്ന പ്രായത്തിൽ വരെ പ്രശ്നങ്ങളുമായിട്ട് ഓരോരുത്തരെത്തുവാണ് രാക്ഷസീയ രൂപത്തിൽ. എല്ലാത്തിനും എല്ലാത്തിൽ നിന്നും ഒളിച്ചോടാതെ അതിനെ എല്ലാം സമീപിക്കുകയാണ്. അവർക്ക് നമുക്ക് ഈ പുരാണങ്ങളൊക്കെ പറഞ്ഞു തരുന്ന പാഠം, പ്രശ്നങ്ങളെ എങ്ങനെ ഈ ലോകം ഒരിക്കലും എപ്പോഴും സന്തോഷമായിട്ട് ചരിക്കുന്നതോ ഇല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോകുന്നതോ ഒന്നുമല്ല. സ്ട്രഗിൾ ചെയ്ത് മുന്നേറാനുള്ളതാണ് ഈ ലോകം. അങ്ങനെ ഓരോ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. പലതും വരും, പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇന്ന് കാണുന്ന രീതിയായിരിക്കത്തില്ല നാളെ. അപ്പൊ അതിലെയൊക്കെ നമ്മൾ അതിജീവിച്ച് മുന്നേറാനുള്ള കരുത്താണ് ഈ ഗീത തരുന്നത്. ഗീതയിലെ ഓരോ മന്ത്രങ്ങളും നമുക്ക് തരുന്നത്. അർജുനൻ എന്ന് പറയുന്ന ഒരു വിജയൻ എന്നാണ് പേര്. ആ വിജയൻ എന്ന് പറയുന്ന എല്ലാത്തിനെയും വിജയിച്ച വില്ലാളി വീരനായ അർജുനനെ മുൻനിർത്തിയാണ് നമ്മളോട് പറയുന്നത്, നിങ്ങളുമൊക്കെ അർജുനന്മാരാണ്, നമ്മളിവിടെ അർജുനനാണ്. ഇത് പറയുന്ന ബോധസ്വരൂപനായ കൃഷ്ണൻ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ജ്ഞാനമാണ്, അറിവ് നമുക്ക് പറഞ്ഞു തരികയാണ്. എങ്ങനെ 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 മുന്നേറാം, എങ്ങനെ ഇതിനെയൊക്കെ അഭിമുഖീകരിക്കാം, എങ്ങനെ ഈ ജീവിതത്തിൽ ഈ പ്രതിസന്ധികളാകുന്ന ഈ പല രൂപത്തിൽ നമ്മളെ സമീപിക്കുന്ന പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിച്ച് ജീവിതത്തിൽ നമുക്ക് മുന്നേറാം, ജീവിതത്തിൽ നമ്മൾക്ക് ധാർമ്മികമായിട്ട് എങ്ങനെ വിജയിക്കാം, എങ്ങനെ അതിനുള്ള കരുത്ത് നേടാമെന്നാണ് ഗീത നമുക്ക് നൽകുന്നത്. അപ്പോൾ ഇവിടെ അർജുനൻ ചെയ്യുന്നത് അതിന്റെ നടുവിൽ കൊണ്ട് നിർത്താൻ കൃഷ്ണനോട് ആവശ്യപ്പെടുകയാണ്, അതിനെ നിരീക്ഷിക്കാൻ. ആ പ്രശ്നങ്ങളെ നമ്മളുമൊക്കെ ചെയ്യേണ്ട ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നമ്മുടെ മുന്നിൽ എന്തെങ്കിലും കാര്യം ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ അതിനെ നിരീക്ഷിക്കുക. ഇപ്പം പരീക്ഷ എത്തുന്നു, ഒന്നും പഠിച്ചിട്ടില്ല, പേരൻസ് ഒരു വശത്തുനിന്ന് ഫോഴ്സ് ചെയ്യുന്നു, മറുവശത്തുനിന്ന് ഒരു ലേസിനെസ്, ഉറക്കം വരിക, കളിക്കണമെന്നുള്ള ആഗ്രഹം, ഫോണിന്റെ പുറകെ പോവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ മുന്നിൽ വലിയ പ്രതിസന്ധികളായിട്ട് വരുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നിരീക്ഷിക്കണം, അതിനെ മനസ്സിലാക്കണം, അതിനെ ഒന്ന് വിലയിരുത്തണം. എന്താണ് നമ്മുടെ ആവശ്യം? നമ്മൾ അതിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് അതിന്റെ ചോദ്യത്തിന് ഉത്തരങ്ങൾ കിട്ടും. ആരുടെയും പുറകെ പോകണ്ട, ഉത്തരങ്ങളെല്ലാം നമ്മളിൽ തന്നെ ഉണ്ട്, നമുക്ക് കിട്ടും. അതെന്താണ് നമ്മളപ്പോ നേടുന്നത്? എന്തിനു വേണ്ടിയാണ് അച്ഛനും അമ്മയും പറയുന്നതെന്നൊക്കെ നമ്മൾ തിരിച്ചറിയും. അപ്പൊ നമ്മൾ ആ പ്രശ്നത്തിൽ നിന്ന് പതുക്കെ അതൊരു പ്രശ്നമല്ല, എനിക്ക് വേണ്ടിയാണ്, ഞാൻ ഇപ്പോഴത്തെ എൻ്റെ ഈ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തിയാൽ നാളെ ഞാൻ തന്നെ പരാജിതനാകും. അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ അവസരങ്ങളെ വിനിയോഗിക്കണം, നന്നായി വിനിയോഗിക്കണം എന്നുള്ള ആ ഒരു ബോധം നമ്മളിലേക്ക് വരും, നമ്മളതിൽ വിജയിക്കും. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളെയും ഈ അർജുനൻ ചെയ്ത പോലും നമ്മളൊന്ന് സമീപിച്ചേ, നമ്മളെല്ലാ ജീവിതത്തിലേക്ക് വിജയത്തിൽ ഒരു പ്രശ്നമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുകയില്ല, അവിടെ തന്നെ സൊല്യൂഷനും ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചു മുന്നേറാൻ സാധിക്കും. അപ്പൊ ഇനിയും തൊട്ട് നിങ്ങൾ അങ്ങനെ സമീപിക്കണം എന്തിനേയും. ഓക്കെ, അപ്പൊ ഈ ശ്ലോകം നമുക്ക് നൽകുന്ന കരുത്ത് എത്ര മാത്രമാണെന്ന് നോക്കുക. ഒന്നുകൂടെ നമുക്ക് ആ ശ്ലോകം ചൊല്ലാം. ഋഷികേശം തഥാ വാക്യം ഇതമാഹ മഹീപതേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത യാവദേതാന്നിരീക്ഷേകം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. ആരാണ് ചൊല്ലുന്നത്? ചൊല്ലുക. സമുദ്യമേ. ഋഷികേശം മുതൽ ചൊല്ലിക്ക്, 21 മുതൽ ചൊല്ലി. ആരാ ചൊല്ലുന്നത്?
21, 22 കൂടെ രണ്ടും കൂടെ ചൊല്ലിക്കും. അർജുനോപാചം മുതൽ ചൊല്ലിക്കും. യാവദേതാനിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ യോദ്ധുകാം വെരി ഗുഡ്. യോദ്ധവ്യം, അവിടെ ഒരു സ്ട്രെസ് കൊടുത്ത് പറയണേ. യോദ്ധവ്യം എന്നല്ല, യോദ്ധവ്യം. ദായുടെ ചേർത്താണ്. ഓക്കെ. യുദ്ധം എന്ന് പറയുമ്പോൾ സ്ട്രെസ് കൊടുക്കത്തില്ലേ, അതുപോലെ. ഇനി ആരാണ് ചൊല്ലുന്നത്? ചൊല്ലിക്കോളൂ. സേനയോരുഭയോർ മധ്യേ സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത. മേ അച്യുത എന്നുള്ളത് ഒരുമിച്ച് ചേർത്ത് മേച്യുത എന്ന് പറയാണ്. മേച്യുത. അങ്ങനെ. വെരി ഗുഡ്. ഇനി അടുത്തതോടെ ചൊല്ലിക്കോ. യാവദേതാൻ ചൊല്ലിക്കോളൂ. ഭാവിക്ക് അറിയത്തില്ലേ അടുത്തത്? ഞാൻ ചൊല്ലിത്തരാം, എന്നാ ചൊല്ലിക്കോളൂ. യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. വെരി ഗുഡ്. ഇനി ആരാണ് ചൊല്ലുന്നത്? ചൊല്ലിക്കോ. ഓക്കെ. ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. അർജുന ഉവാച സേനയോരുഭയോർമധ്യേ ഉഭയോർമധ്യേ രഥം സ്ഥാപയമേച്യുത. യാവദേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ രണസമുദ്യമേ. വെരി ഗുഡ്. ഇനി ആരാണ്? ചൊല്ലിക്കോളൂ. ഞാൻ ചൊല്ലിത്തരണോ അതോ തന്നെ ചൊല്ലുവോ? ചൊല്ലിത്തരണം അല്ലേ. ഋഷികേശം തഥാ വാക്യം ഇദമാഹ മഹീപതേ. ഇദമാഹ മഹീപതേ. അർജുന ഉവാച സേനയോർ ഉഭയോർ മധ്യേ രഥം
സ്ഥാപയ മേച്യുത യാവദേതാൻ നിരീക്ഷേഹം 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 യോദ്ധു കാമാൻ അവസ്ഥിതാൻ കൈർമയാ സഹ യോദ്ധവ്യം അസ്മിൻ 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 രണസമുദ്യമേ. വെരി ഗുഡ്. ഇനി ആരാണ്? ഇനി ആരെങ്കിലും ചൊല്ലുന്നുണ്ടോ? ഓക്കെ, ഇത് എല്ലാവരും ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് ചൊല്ലിയാൽ മതി. എല്ലാവർക്കും ശ്ലോകം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് ഇന്ന് നിർത്താം. ഓക്കെ.